ഈ രാഹുൽ ഈശ്വർ കുറച്ചു നാൾ മുമ്പ് കാവ്യമാധവനെ കുറിച്ച്, ദിലീപിന്റെ ഭാര്യ കാവ്യമാധവനെ കുറിച്ച്, കാവ്യമാധവന്റെ മുൻ അമ്മായി അമ്മ ആ സ്ത്രീയുമായി സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പിന്റെ ചെറിയ ഭാഗം ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിക്കാം. ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിന് എന്റെ ഈ കല്യാണം നടത്തിയാന്ന് ഞങ്ങൾ എന്തോ ചെയ്യും മോനെ. എനിക്ക് മനസ്സിലായി ഇവിടെ സിനിമയ്ക്ക് പുറത്ത് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വലിയ വിജയം. സന്തോഷ് മാധവന്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത് തന്നെ മോനെ. പിന്നല്ല അറിയാം. കാരണം അത് ഞാൻ പറഞ്ഞില്ല, ആൾ മീഡിയയിൽ നിന്ന് ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. എനിക്ക് നിങ്ങളുടെ അത്ര സ്വർണ്ണം ഇവർക്ക് തപ്പിയാ കിട്ടുമോ? എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വരുന്നു ഇങ്ങോട്ട് വരുന്നുണ്ട് മോനെ, വരുന്നുണ്ടേ മോനെ വിളിക്കാൻ. എന്തോ കൊണ്ടുവരണേ ഇവിടുന്ന് വരുമ്പം. എന്തുകൊണ്ടത് സന്തോഷം എനിക്ക്. തീർച്ചയായും കേട്ടല്ലോ, ഇതാണ് രാഹുൽ ഈശ്വറിന്റെ തനിക്കുണം. ഈ ഓഡിയോയിൽ രാഹുൽ ഈശ്വർ കാവ്യമാധവനെ കുറിച്ച് പറഞ്ഞ പിതൃശൂന്യതയെ ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണെന്നും കാവ്യമാധവൻ ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഇത്രയും വലിയ തന്തയില്ലായ്മ, ഇത്രയും വലിയ പിതൃശൂന്യത പറഞ്ഞ കാവ്യമാധവനെ കുറിച്ച് പറഞ്ഞ അതേ രാഹുൽ ഈശ്വർ തന്നെയാണ് ഞെളിഞ്ഞിരുന്നിട്ട് ഇപ്പൊ ദിലീപിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് അനന്തു സുരേഷ് കുമാർ പരാതി കൊടുത്തു? ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 4ാമത്തെ ദുരൂഹ മരണമാണ് ബാലചന്ദ്രകുമാറിന്റെ. ഞാൻ ഇന്നലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ദിലീപ് സബ് ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജയിലർ ദുരൂഹ സാഹചര്യത്തിൽ ആമാശയത്തിൽ നിന്ന് കുപ്പിച്ചില്ലുകൾ കണ്ടെത്തി മരണപ്പെട്ടു. ദിലീപിനെ ബാലചന്ദ്രകുമാർ തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു മൊബൈൽ കട ഉടമ ദിലീപിന്റെ ഫോൺ പരിശോധിച്ച് മണിക്കൂറുകൾക്കകം മരണപ്പെട്ടു. ബാലചന്ദ്രകുമാറിനെതിരെ ഫേക്ക് റേപ്പ് കേസ് കൊണ്ടുവരാൻ ഇറക്കിയ സ്ത്രീ, ആ സ്ത്രീയുടെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കേരള പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയ ജസ്റ്റിൻ എന്ന യുവാവ് ആഴ്ചകൾക്കകം കുഴഞ്ഞു വീണ് മരിക്കുന്നു. 4ാമത്തെ മരണമാണ് ബാലചന്ദ്രകുമാറിന്റെ. ഈ കേസിലെ 5ാമനാവാൻ വില്ലിംഗ് ആയി വോളണ്ടിയറിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നവനാണ് ഞാൻ. പണവും അധികാരവും സ്വാധീനവും ഉള്ള ഏതെങ്കിലും അലവലാദികളെ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ചാനലുകളോളം കയറി ഇറങ്ങി അവരെ ന്യായീകരിച്ച് മെഴുകി ജീവിക്കുന്ന ഒരു ന്യായീകരണ തൊഴിലാളി അല്ല ഞാൻ. എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ മറുവശത്ത് സത്യമുണ്ട്, ന്യായമുണ്ട്, നീതിയുണ്ട്, ഒരു വലിയ അന്യായം നടന്നിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ്. ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തിന് വേദനിക്കുന്ന ഒരു അക്ഷരം കൂടി രാഹുൽ ഈശ്വറെ തന്റെ പുഴുത്ത കക്കൂസ് കഴുകുന്ന ബ്രഷ് പോലത്തെ വാഗുണ്ട്, താൻ വാടകയ്ക്ക് കൊടുക്കുന്ന വാഗുണ്ട് ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു പുഴുത്ത വാക്കും കൂടെ തന്റെ വായിൽ നിന്ന് വീണ സുഹൃത്തെ, താൻ കുറച്ചു നാൾ മുമ്പ് അയ്യോ എന്നെ തല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് മോങ്ങുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോങ്ങുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടതാ. വാവിട്ട് കരയും. എനിക്ക് മറ്റു പലരെയും പോലെ കൊട്ടേഷൻ, ബലാത്സംഗം ജയിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കലോ അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിക്കലോ ഒന്നുമല്ല എന്റെ രീതി. ഞാൻ അങ്ങനത്തെ ഉള്ള ഒരു സംസ്കാരത്തിൽ ജനിച്ചു വളർന്നവനല്ല. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു ഭൂലോക ആഗോള ദുരന്തം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മരണത്തെക്കുറിച്ച് രാഹുലിന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്ത ഒരു അലവലാതി വീഡിയോയെ കുറിച്ചുള്ള എന്റെ ഒരു പ്രതികരണം അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. 3 കാര്യങ്ങളാണ് പ്രധാനമായും രാഹുൽ ആ വീഡിയോയിൽ ചോദിക്കുന്നത്. 1, ബാലചന്ദ്രകുമാർ മരിച്ചിട്ട് 543 ദിവസമായി, എന്നിട്ട് ഇപ്പോഴാണോ പരാതി? 2, ബാലചന്ദ്രകുമാറിന്റെ മരണത്തിന് പിന്നിൽ ഇസ്രായേൽ സൈന്യമാണ്. 3, കുടുംബത്തിന് പരാതി ഉണ്ടെങ്കിൽ കുടുംബം നേരിട്ടല്ലേ പരാതി കൊടുക്കേണ്ടത്? ഇതെന്താണ് കുടുംബ സുഹൃത്ത് അനന്തു സുരേഷ് പരാതി കൊടുത്തത്? ആ അനന്തു സുരേഷ് കുമാർ എന്ന് പറയുന്നത് ഞാനാണ്. അതുകൊണ്ട് രാഹുൽ പറഞ്ഞ ഈ 3 വിഡ്ഢിത്തരങ്ങൾക്കുള്ള മറുപടി ഞാനിപ്പോ തരാം. ആദ്യത്തെ പോയിന്റ്, ബാലചന്ദ്രകുമാറിന്റെ മരണത്തിന് പിന്നിൽ ഇസ്രായേൽ സൈന്യമാണ് എന്ന് താങ്കൾ പറഞ്ഞ തമാശ, അതൊരു വലിയ തമാശയാണെന്ന് താങ്കൾക്ക് തോന്നുന്നത് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയ ദിലീപിന്റെ ആളിഞ്ഞ പുഴുത്ത കോമഡി പടങ്ങൾ താങ്കൾ 4 നേരം ഇരുന്ന് കാണുന്നത് കൊണ്ടാണ്. അതൊരു തമാശയല്ല, അതൊരു ക്രൂരതയാണ്, അതൊരു ക്രൂവൽ വൃത്തികെട്ട അലവലാതി ജോക്കാണ്. ഇത് കേട്ട് സാമാന്യ യുക്തിയുള്ള, സാമാന്യ മര്യാദയുള്ള, മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് അത് കേട്ടാൽ ചിരി വരില്ല. അതൊരു മനുഷ്യന്റെ മരണത്തിനെ പരിഹസിക്കുന്ന ഒരു നിലവാരമില്ലാത്ത പുഴുത്ത തമാശയാണ്. തനിക്കും തന്നെ പോലെ ചിന്തിക്കുന്നവർക്കും മാത്രം ഇരുന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പുഴുത്ത തമാശ. എന്തുകൊണ്ട് ഈ 543 ദിവസം എന്ന ചോദ്യത്തിന് ഉത്തരം, ഈ പറയുന്ന 543 ദിവസം ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവ് മരിച്ച് അതിന്റെ പിന്നിൽ ഇത്രയും ക്രൂരമായ ദുരൂഹതകൾ ഉണ്ടെന്നും അതിന്റെ പിന്നിൽ ഇത്രയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇന്നും അവശേഷിക്കുന്നുണ്ടെന്നും അറിഞ്ഞിട്ട് അത് പുറത്തു പറയാൻ സാധിക്കാതെ ഒരു സ്ത്രീ 543 ദിവസം ജീവിക്കുന്നതിന്റെ വീർപ്പുകൂട്ടൽ എന്താണെന്ന് നിലവാരമില്ലാതെ ജീവിക്കുന്ന രാഹുൽ ഈശ്വറിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല.
ഞാൻ ആ ചേച്ചിയെ നേരിട്ട് കണ്ട് മണിക്കൂറുകളോളം സംസാരിച്ചതാണ്. ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചിരുന്നു, എന്താ ചേച്ചി പുറത്ത് പരാതി പറയേണ്ടതല്ലേ നമ്മളിത്, ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ശിക്ഷ മേടിച്ചു കൊടുക്കണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞ 2 ഉത്തരങ്ങളാണ്. ഒന്ന്, എനിക്ക് ഈ സിസ്റ്റത്തിൽ വിശ്വാസമില്ലായിരുന്നു അനന്തു. ഞാൻ എന്തിനാണ് പരാതി കൊടുക്കുന്നത്? എന്റെ ഭർത്താവ് ജീവൻ കൊടുത്ത് പോരാടിയത് ഞാൻ കണ്ടതാണ്. ഞാൻ പരാതി കൊടുത്താലും എനിക്ക് നീതി കിട്ടില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ പരാതി കൊടുക്കുന്നത്? പിന്നെ ആ ചേച്ചി പറഞ്ഞ വാക്കുകളാണ്, എനിക്ക് എന്നെ കുറിച്ചല്ല, എന്റെ കൂടെ ഉള്ളവരെ കുറിച്ച്, എന്റെ ബന്ധുക്കളെ കുറിച്ച്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആശങ്കയുണ്ട്. എന്റെ ജീവൻ കളയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പേടിയില്ല. ഈ നീറി 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 ഈ കണ്ട കാലം മുഴുവൻ ജീവിച്ച ഒരു സ്ത്രീയുടെ വിഷമം എന്താണ്, അവരനുഭവിക്കുന്ന നൊമ്പരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ഒരു കാരണവശാലും ഇത് വെറുതെ വിടരുത്, പരാതിപ്പെടുക തന്നെ വേണം എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചതുകൊണ്ടും ഞാൻ ധൈര്യം കൊടുത്തതും കൂടിക്കൊണ്ടാണ് ആ ചേച്ചി ഇപ്പൊ ധൈര്യമായിട്ട് പുറത്തോട്ട് വന്നിരിക്കുന്നത്. ഇന്നലെ കണ്ടില്ലേ ദിലീപിനെ കൊട പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്ത് ധൈര്യത്തിലാണ്, ആരെ വിശ്വസിച്ചിട്ടാണ്, ഏത് പോലീസിനെ വിശ്വസിച്ചിട്ടാണ്, ഒരു മെമ്മറി കാർഡ് പോലും സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഏത് കോടതിയെ വിശ്വസിച്ചിട്ടാണ് ഇവരൊക്കെ പുറത്തോട്ട് വന്ന് സത്യം പറയേണ്ടത്? അപ്പോ എന്തുകൊണ്ട് ഈ 543 ദിവസം എടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം അതാണ്. പിന്നെ എന്തുകൊണ്ട് അനന്തു സുരേഷ് കുമാർ പരാതി കൊടുത്തു? ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 4ാമത്തെ ദുരൂഹ മരണമാണ് ബാലചന്ദ്രകുമാറിന്റെ. ഞാൻ ഇന്നലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ദിലീപ് സബ് ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജയിലർ ദുരൂഹ സാഹചര്യത്തിൽ ആമാശയത്തിൽ നിന്ന് കുപ്പിച്ചില്ലുകൾ കണ്ടെത്തി മരണപ്പെട്ടു. ദിലീപിനെ ബാലചന്ദ്രകുമാർ തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു മൊബൈൽ കട ഉടമ ദിലീപിന്റെ ഫോൺ പരിശോധിച്ച് മണിക്കൂറുകൾക്കകം മരണപ്പെട്ടു. ബാലചന്ദ്രകുമാറിനെതിരെ ഫേക്ക് റേപ്പ് കേസ് കൊണ്ടുവരാൻ ഇറക്കിയ സ്ത്രീ, ആ സ്ത്രീയുടെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കേരള പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയ ജസ്റ്റിൻ എന്ന യുവാവ് ആഴ്ചകൾക്കകം കുഴഞ്ഞു വീണ് മരിക്കുന്നു. 4ാമത്തെ മരണമാണ് ബാലചന്ദ്രകുമാറിന്റെ. ഈ കേസിലെ 5ാമനാവാൻ വില്ലിംഗ് ആയി വോളണ്ടിയറിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നവനാണ് ഞാൻ. പണവും അധികാരവും സ്വാധീനവും ഉള്ള ഏതെങ്കിലും അലവലാദികളെ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ചാനലുകളോളം കയറി ഇറങ്ങി അവരെ ന്യായീകരിച്ച് മെഴുകി ജീവിക്കുന്ന ഒരു ന്യായീകരണ തൊഴിലാളി അല്ല ഞാൻ. എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ മറുവശത്ത് സത്യമുണ്ട്, ന്യായമുണ്ട്, നീതിയുണ്ട്, ഒരു വലിയ അന്യായം നടന്നിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ്. ബാലചന്ദ്രകുമാറോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആരും എന്റെ രക്തബന്ധത്തിലുള്ളവരല്ല. പക്ഷെ അവർക്ക് നേരെ വലിയൊരു അനീതി നടന്നിട്ടുണ്ട്. ഈ രാഹുൽ ഈശ്വർ കുറച്ചു നാൾ മുമ്പ് കാവ്യമാധവനെ കുറിച്ച്, ദിലീപിന്റെ ഭാര്യ കാവ്യമാധവനെ കുറിച്ച്, കാവ്യമാധവന്റെ മുൻ അമ്മായി അമ്മ ആ സ്ത്രീയുമായി സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പിന്റെ ചെറിയ ഭാഗം ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിക്കാം. ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിന് എന്റെ ഈ കല്യാണം നടത്തിയാന്ന് ഞങ്ങൾ എന്തോ ചെയ്യും മോനെ. എനിക്ക് മനസ്സിലായി. ഇവള് സിനിമയ്ക്ക് പുറത്ത്, ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വിജയം. സന്തോഷ് മാധവന്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത് തന്നെ മോനെ. പിന്നല്ല, അറിയാം. കാരണം ആണ് ഞാൻ പറഞ്ഞു, ലാൽ മീഡിയ എന്ന് ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. എങ്കിൽ നിങ്ങളുടെ അത്ര സ്വർണ്ണം ഇവർക്ക് തപ്പിയാ കിട്ടുമോ? എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വരുന്നു ഇങ്ങോട്ട്? വരുന്നുണ്ട് മോനെ, വരുന്നതേ മോനെ വിളിക്കാൻ. എന്തോ കൊണ്ടുവരണേ ഇവിടുന്ന് വരുമ്പം. എന്തുകൊണ്ടത് സന്തോഷം എനിക്ക്. തീർച്ചയായും. കേട്ടല്ലോ, ഇതാണ് രാഹുൽ ഈശ്വറിന്റെ തനിക്കുണം. ഈ ഓഡിയോയിൽ രാഹുൽ ഈശ്വർ കാവ്യമാധവനെ കുറിച്ച് പറഞ്ഞ പിതൃശൂന്യതയെ ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണെന്നും കാവ്യമാധവൻ ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഇത്രയും വലിയ തന്തയില്ലായ്മ, ഇത്രയും വലിയ പിതൃശൂന്യത പറഞ്ഞ കാവ്യമാധവനെ കുറിച്ച് പറഞ്ഞ അതേ രാഹുൽ ഈശ്വർ തന്നെയാണ് ഞെളിഞ്ഞിരുന്നിട്ട് ഇപ്പൊ ദിലീപിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നത്. ഈ രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് കേട്ട വേറൊരു വലിയ കോമഡിയാണ്. അമല പോൾ ഭാരതീയ സംസ്കാരത്തിന് ചേരുന്ന തരത്തിൽ തുണി ഉടുത്തിട്ട് വേണം പരിപാടികൾക്ക് പോകാൻ എന്ന് രാഹുൽ ഈശ്വർ. മലയാള ചരിത്രത്തിൽ, കേരളത്തിന്റെ ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തികേട്, ഏറ്റവും കൂടുതൽ സംസ്കാരമില്ലായ്മ, ഏറ്റവും കൂടുതൽ തെണ്ടിത്തരവും, ഏറ്റവും കൂടുതൽ അശ്ലീലവും, കേട്ടാൽ അറയ്ക്കുന്ന പുഴുത്ത അശ്ലീലവും പറഞ്ഞിട്ടുള്ള വ്യക്തി ഈ രാഹുൽ ഈശ്വറാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യ ടിവിയിൽ വന്ന ഇതിനാണ് മലയാളി ഹൗസ് എന്ന് മറ്റേ പറഞ്ഞ ഈ ബിഗ് ബോസ് പ്രോഗ്രാമിന്റെ സെയിം കോൺസെപ്റ്റ് കോപ്പി അടിച്ചിട്ട് അവരുണ്ടാക്കിയ ഒരു പഴയ പ്രോഗ്രാമാണ്. ആ പരിപാടിയിൽ രാഹുൽ ഈശ്വർ വന്നിട്ട് പറഞ്ഞ അത്ര അശ്ലീലവും സംസ്കാരവും ഇല്ലായ്മയും മലയാള ചരിത്രത്തിൽ, കേരള ചരിത്രത്തില് ടെലിവിഷനിൽ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ആ മനുഷ്യനാണ് വന്നിരുന്ന് ഒരു നാണമില്ലാതെ അമലാപ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഘോരഘോരം ക്ലാസ് എടുക്കുന്നത്. ഞാൻ ബാലചന്ദ്രകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊടുത്ത പരാതി സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത്. അത് വി.ഡി. സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പാണ് കൊടുത്തത്.
ആ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഞാൻ കൊടുത്ത പരാതി അവിടുന്ന് DGPയുടെ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടു. DGP ഞാൻ കൊടുത്ത പരാതി അന്വേഷിക്കാൻ തിരുവനന്തപുരം സിറ്റി DIG ആൻഡ് കമ്മീഷണർ ഓഫ് പോലീസിനെ ചുമതലപ്പെടുത്തി. ഇനി ആരൊക്കെ തല കുത്തി നിന്ന് എന്തൊക്കെ നൃത്തം കളിച്ചാലും ആ അന്വേഷണം നടത്തിയിരിക്കും. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടും ആ കുടുംബത്തെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നത് പരമാവധി ഞങ്ങൾ ചെയ്തിരിക്കും. പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബാലചന്ദ്രകുമാറിന്റെ മരണത്തിന് പിന്നിൽ ദിലീപാണെന്ന്. ബാലചന്ദ്രകുമാറിന്റെ കുടുംബവും പറഞ്ഞിട്ടില്ലല്ലോ ദിലീപാണ് കൊന്നതെന്ന്. രാഹുൽ ഈശ്വർ എന്തിനാണ് ഇത് പറയുന്നത്? ഇങ്ങനെ ഒരു പരാതി വരുന്നത് ദിലീപിന് വേണ്ടി, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, എന്റെ പേട്ടനെ ഉദ്ദേശിച്ചാണെന്ന് എന്തിനാണ് രാഹുൽ ഈശ്വർ ഈ കിടന്ന് മോങ്ങുന്നത്? അതുകൊണ്ട് അവസാനമായിട്ട് രാഹുൽ ഈശ്വറിന്റെ അടുത്ത് പറയാനായിട്ടുള്ളത്, ജീവൻ പണയം വെച്ച് ഈ കേസിലെ 5ാമത്തെ രക്തസാക്ഷിയാകാൻ തയ്യാറായിട്ട് ഒരുത്തൻ ഇറങ്ങി തിരിച്ചു ഇത് എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് രാഹുൽ ഈശ്വറിന് മനസ്സിലാവില്ല. അതിന് ഉത്തരം സുരേഷ് ഗോപി ഒരു സിനിമയിൽ കുറെ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്, മള്ള തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് 7 അല്ല 70 ജന്മം ജനിച്ചാലും രാഹുൽ ഈശ്വറിന് മനസ്സിലാവില്ല. അതുകൊണ്ട് അവസാനമായിട്ട് രാഹുൽ ഈശ്വറിനോട് പറയാനായിട്ടുള്ളത്, ബാക്കി നിങ്ങളുടെ തക്കിട തരികടകളും ഉടായ്പകളും നമ്പറുകളും ഒക്കെ നിങ്ങൾ ഇറക്കിക്കോളൂ. എന്നെ പറ്റി പറയാവുന്ന അനാവശ്യങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ഇനി ഒരു വട്ടം കൂടെ ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തിന് വേദനിക്കുന്ന ഒരു അക്ഷരം കൂടി രാഹുൽ ഈശ്വറെ തന്റെ പുഴുത്ത കക്കൂസ് കഴുകുന്ന ബ്രഷ് പോലത്തെ വാഗുണ്ട്, താൻ വാടകയ്ക്ക് കൊടുക്കുന്ന വാഗുണ്ട് ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു പുഴുത്ത വാക്കും കൂടെ തന്റെ വായിന്ന് വീണ സുഹൃത്തെ, താൻ കുറച്ചു നാൾ മുമ്പ് അയ്യോ എന്നെ തല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് മോങ്ങുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോങ്ങുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടതാ. വാവിട്ട് കരയും. എനിക്ക് മറ്റു പലരെയും പോലെ കൊട്ടേഷൻ, ബലാത്സംഗം ജയിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കലോ അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിക്കലോ ഒന്നുമല്ല എന്റെ രീതി. ഞാൻ അങ്ങനത്തെ ഉള്ള ഒരു സംസ്കാരത്തിൽ ജനിച്ചു വളർന്നവനല്ല. എനിക്ക് ഈ നാട്ടിലെ നിയമങ്ങളിൽ വിശ്വാസമുണ്ട്. ആ നിയമങ്ങളെ ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിക്കും. എനിക്കറിയാം ഒരുപാട് പേര് ഇതുപോലെ ഇറങ്ങിത്തിരിക്കും. രാഹുൽ ഈശ്വറിനെ പോലെ ഒരുപാട് പേര് ഇതുപോലെ ഇറങ്ങിത്തിരിക്കും. ആ അതിജീവിതയ്ക്ക് സംഭവിച്ചത് സ്വന്തം കുടുംബത്തിൽ ഒരു പെണ്ണിന് സംഭവിച്ചിരുന്നെങ്കിൽ പോലും ഇതുപോലെ പണവും സ്വാധീനമുള്ളവർ വന്ന് കാശ് കൊടുത്താൽ അതിനെയും ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നിലവാരമില്ലാത്ത ബാലചന്ദ്രകുമാറിന് സംഭവിച്ചത് സ്വന്തം തന്തയ്ക്ക് സംഭവിച്ചാൽ പോലും ആ കൊന്നവര് കാശ് തന്നാൽ അത് എണ്ണി മേടിച്ച് നക്കി ജീവിക്കുന്ന നിലവാരമില്ലാത്ത ഒരുപാട് പേര് എന്നെ കടിച്ചു കയറാനും എന്നെ ശിക്ഷിക്കാനും എന്നെ ഒരു പാഠം പഠിപ്പിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പൊ അവസാനമായിട്ട് ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, രാഹുൽ ഈശ്വർ ഒരു തവണ കൂടി ഈ വൃത്തികേട് ഇനി ആവർത്തിക്കരുത്. നന്ദി, നമസ്കാരം.